അല്ല, അത് തൊഴിലാളികളുമായി KSRTCയിലെ തൊഴിലാളികളുമായി സഹകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ച് ഒരു അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ വരും. ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവും. KSRTC വളരെ അധികം ഇംപ്രൂവ് ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇനിയില്ല, അവരെന്നോട് ഒരു എതിർപ്പും കാണിച്ചാണ്. ഞാൻ അവരോട് ആലോചിക്കുമ്പോൾ അവരുടെ സംഭവം എന്ന് വെച്ചാൽ അവര് ഒരുപാട് കഷ്ടപ്പെട്ട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരാണ്. അവര് കൊണ്ടുവരുന്ന പണം ദുർവ്യയം ചെയ്യരുതെന്നുള്ള മാത്രം. അത് വളരെ കൃത്യമായി മാനേജ് ചെയ്യുന്നറിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അവർ സഹകരിക്കും. അവരിപ്പോൾ സഹകരിച്ചേ പറ്റുവാണ്. അവർ സഹകരിച്ചാൽ അവർ വിജയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവർ സഹകരിക്കും. പിന്നെ അവരെല്ലാവരും ഇപ്പൊ സഹകരിക്കുന്നുണ്ട്. എല്ലാവരും അവരങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരല്ല. അവർ സഹകരിക്കും. എല്ലാ വണ്ടികളും ഓടിക്കട്ടെ. 836 വണ്ടി ഷെഡിൽ കിടപ്പുണ്ട്. ഇപ്പോൾ 80 വണ്ടി ഉടനെ നമ്മൾ ഇറക്കും. പണി തീർത്ത് വർക്ക്ഷോപ്പിൽ പോയിരിക്കുന്നതാണ്. കട്ടപ്പുറത്തിരിക്കുന്ന 836 വണ്ടിയാണ്. ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ 600 വണ്ടിയായിരുന്നു. ഇപ്പോൾ 836 വണ്ടിയാണ്. അത് ഇപ്പോൾ ഇറങ്ങും. കുറച്ച് വണ്ടികൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ കളക്ഷൻ വർദ്ധിക്കും. പിന്നെ ഡീസലിനെ ലാഭിക്കുകയാണ് ഭയങ്കര. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഞങ്ങൾ ഒരു ദിവസം ഏതാണ്ട് ഡീസൽ മാത്രം 2,74,000 രൂപ ലാഭിച്ചു. മറ്റ് റണ്ണിംഗ് കോസ്റ്റും കൂടെ വയ്ക്കുമ്പോൾ വേറെ ടയറൂടെ വയ്ക്കുമ്പോൾ 3,24,000 രൂപ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ലാഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീഷൂട്ടിംഗ് ഞാനും കൂടി ഇരുന്നാണ് ചെയ്യുന്നത്. ഡെഡ് മൈലേജ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. കൊല്ലം ജില്ലയിലേക്ക്, പത്തനംതിട്ടയിലേക്ക് എല്ലാം വരും. ഒരു കേരളം മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ 2-3 ആഴ്ചയ്ക്കുള്ളിൽ കേരളം മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു 40 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ ഒരു ദിവസം ഡീസലിൽ ലാഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരണം, മിച്ചം വരണം. അറിയില്ല, വാർത്ത കണ്ടില്ല. ആയിക്കോട്ടെ, നല്ലതല്ലേ. നമ്മൾ LDF അല്ലേ, UDFന്റെ കാര്യം എന്താ? LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി വിജയത്തിന് വേണ്ടി ഇറങ്ങും. നല്ലതല്ലേ, അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ. അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വളരെ നല്ലതാണ്. 100% ജയിക്കും.